friends, welcome to Hamictech. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന ആൾക്കാരാണോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അവരുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരാണോ? അപ്പം ഇത്തരത്തിലുള്ള ആൽബംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ആൽബം പോലുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏതെന്ന്, ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ എങ്ങനെ വീഡിയോസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗൂഗിൾ ഫോട്ടോ ആപ്ലിക്കേഷനാണ്. അപ്പം ഗൂഗിൾ ഫോട്ടോ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഏത് ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു 3 ഫോട്ടോസ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കാമെങ്കിൽ ആഡ് ടു എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ മൂവി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഒരു 3 ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂറേഷൻ എത്ര വേണമെന്നൊക്കെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഈ ഫോട്ടോ, സെക്കൻഡ് വേറെ ഏതെങ്കിലും ഫോട്ടോയാണ്, ഈ താഴത്തെ ഫോട്ടോയാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനായിട്ട് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്ന ഐക്കൺ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് മ്യൂസിക് ആഡ് ചെയ്യാം. ഇവിടെ മൈ മ്യൂസിക് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള മ്യൂസിക്കുകൾ ഏതെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തീം മ്യൂസിക് എന്നതുണ്ട്. അപ്പം തീം മ്യൂസിക് എന്നത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക്കുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു മ്യൂസിക് ഇതുപോലെ ചൂസ് ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പം അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് ഡൗൺലോഡ് ആയിക്കിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എഫക്റ്റും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനിയും ഇമേജസോ വീഡിയോസോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. ഇവിടെ ആഡ് ഫോട്ടോ ആൻഡ് വീഡിയോ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഇമേജസ് അല്ലെങ്കിൽ ഇനി ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് ചെയ്യാം. അതുപോലെ നമുക്ക് അറേഞ്ച് ഒക്കെ ചെയ്യാം, ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്യാം. പിന്നീട് താണ്ട് ഈ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസെർട്ട് ക്ലിപ്പ് എന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഏതെങ്കിലും ക്ലിപ്പുകൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു ഇമേജ് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി അതത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി താണ്ട് ഇവിടെ നമുക്കിത് ലാൻഡ്സ്കേപ്പ് ആക്കണമെങ്കിൽ ഈ ഒരു ഐക്കണെ ക്ലിക്ക് ചെയ്ത് പൊട്ടറ്റേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ലാൻഡ്സ്കേപ്പ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ലാൻഡ്സ്കേപ്പ് വീഡിയോ ആക്കി നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുപോലെ നമുക്കിതിൽ എഫക്റ്റും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ചെറിയൊരു സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം തേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നീടുള്ള സേവ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് സേവ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആൽബം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളൊരു ആൽബം മതി നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ ഉണ്ടെന്നും മിക്ക കൂട്ടുകാർക്കും അറിയത്തില്ലായിരിക്കും. അത് അറിയാതായിരിക്കും അവർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ പരിശോധിച്ച രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു
ബർത്ത്ഡേ ആൽബം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിയ വലിയ ആപ്ലിക്കേഷനൊന്നും യൂസ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.